ഓം ശ്രീ ഗുരുഭ്യോ നമ. വലിയ തെറ്റുകൾ ചെയ്തവർ പോലും അമ്മയുടെ സന്നിധിയിൽ ശാന്തി നേടുന്നു. അത് എങ്ങനെയെന്ന് അമ്മ ഒരിക്കൽ വിശദീകരിച്ചു. മക്കളെ, പാപികളായി ആരും ഇവിടെയില്ല. എല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്. തെറ്റ് ചെയ്തവർ, അതിൽ ദുഃഖിക്കുന്നവർ, മറ്റുള്ള ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് അവരുടെ നൊമ്പരം മൂടാൻ ശ്രമിക്കുന്നു. ചിലർ കാർ വാങ്ങുന്നു, വീട് വാങ്ങുന്നു, പുതിയ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ കണ്ടെത്തുന്നു. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. കാലം ചെല്ലുന്തോറും മനസ്സിൻ്റെ അടിയിൽ ആ പഴയ നൊമ്പരം കട്ട പിടിച്ച് വളരും, ശക്തമാകും, സൂക്ഷ്മമാകും. അപ്പോഴാണ് മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സമീപം ചെല്ലുക. അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാകും? അവരും മനസ്സിൻ്റെ പിടിയിൽ തന്നെയാണ്. നിങ്ങളുടെ വേദനയെ മറ്റൊരു ചിന്തയുടെ ആവരണം കൊണ്ട് മൂടാനേ അദ്ദേഹത്തിനും കഴിയൂ. ദുഃഖകാരണം അവിടെ തന്നെ അപ്പോഴും കിടക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ സദ്ഗുരുവിന് മാത്രമേ സാധിക്കൂ. ഏറ്റവും ഉന്നതമായ മനോനിലയിലെത്തിയ സദ്ഗുരുവിന് എന്നേക്കുമായി നിങ്ങളുടെ മുറിവ് ഉണക്കാനാകും. ആ സന്നിധി തന്നെ പാപിയുടെ ഹൃദയത്തെ ഉരുക്കും. സദ്ഗുരു പ്രശ്നകാരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി തരും. ഗുരുവിൻ്റെ കരയറ്റ സ്നേഹത്താൽ, കാരുണ്യത്താൽ നിങ്ങളെ അദ്ദേഹം എന്നേക്കുമായി സുഖപ്പെടുത്തും. നമഃശിവായ. സദ്ഗുരുവായ അമ്മയുടെ വാക്കുകൾ ശീലിക്കാനുള്ള വിവേകം നമുക്കുണ്ടാകട്ടെ.